നമസ്കാരം. മൂവാറ്റുപുഴ ന്യൂസ് സ്ഥാനാർത്ഥിക്കൊപ്പം സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് മൂവാറ്റുപുഴ നഗരസഭ 9-ാം വാർഡ് LDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന ഫൗസിയ അലിയാണ്. നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ നിലവിലെ നഗരസഭാ കൗൺസിലിലെ ശക്തിയായ വനിതാ കൗൺസിലറായ ഫൗസിയ അലി 2ാം തവണയാണ് തർബീത്ത് വാർഡിൽ നിന്ന് ജനവിധി തേടുന്നത്. നിലവിൽ ജനറൽ വാർഡായി തെരഞ്ഞെടുക്കപ്പെട്ട 9-ാം വാർഡിൽ വിജയമുറപ്പിച്ചാണ് സിറ്റിംഗ് കൗൺസിലറായ ഫൗസിയ അലിയെ തന്നെ LDF വീണ്ടും മത്സരിപ്പിക്കുന്നത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും യുവതലമുറയുടെയും വയോധികരുടെയും സേവനം എന്നതിനൊപ്പം നാടിന്റെ സമഗ്രമായ വികസനവും ലക്ഷ്യമിട്ടാണ് ഫൗസിയ അലി തന്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചത്. മുൻ നഗരസഭാ ചെയർമാൻ MA സഹീറിന്റെ മകൾ CPIയുടെ സ്ഥാനാർത്ഥിയായി അരിവാൾ നെൽക്കതിർ ചിഹ്നത്തിലാണ് മത്സര രംഗത്തുള്ളത്. നമ്മളിപ്പോ ജനറൽ വാർഡാണ് 9-ാം വാർഡ്. അവിടെയൊക്കെ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. അവിടേക്ക് ഒരു സ്ത്രീയെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയപ്പോഴത്തേക്കും വലിയൊരു ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? ആദ്യം തന്നെ എനിക്ക് നന്ദി പറയേണ്ടത് പാർട്ടിയോട് തന്നെയാണ്. കാരണം ഒരു ജനറൽ സീറ്റിലോട്ട് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് പുരുഷന്മാരെയാണ് പരിഗണിക്കാറുള്ളത്. എന്ന് വെച്ച് സ്ത്രീകൾ മത്സരിക്കുന്നില്ല എന്നല്ല. പക്ഷെ എൻ്റെ വാർഡിലെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ വാർഡിലെ വോട്ടർമാർ തന്നെ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ് പാർട്ടിയോടും മറ്റു മുതിർന്ന ആളുകളോടും അഭ്യർത്ഥിച്ച് എന്നെ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് LDFന്റെ കാൻഡിഡേറ്റ് ആയിട്ട് വീണ്ടും മത്സരിപ്പിക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വരിക എന്ന് പറയുമ്പോൾ അത് വലിയൊരു പരിഗണനയായിട്ടും ഒരു അംഗീകാരമായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള 2 കാൻഡിഡേറ്റ്സ് വരുമ്പോൾ ഉറപ്പായിട്ടും അവിടുത്തെ ജനങ്ങൾ ആ 2 പേരുടെയും ഉന്നത പെർഫോമൻസ് കമ്പയർ ചെയ്യും. അപ്പോൾ അതിൽ ഞാൻ 100% കോൺഫിഡൻ്റ് ആണ്. കാരണം എൻ്റെ വാർഡിൽ തന്നെ ആകുമ്പോൾ എൻ്റെ വാർഡിലെ എല്ലാ വോട്ടർമാരെയും നമുക്ക് അടുത്തറിയാവുന്ന ആളുകളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എനിക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യം തന്നെയാണ്. ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ കണ്ടു വളർന്ന കുറേ ശീലങ്ങളുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ ഗേറ്റ് അടയ്ക്കാറില്ല. അതിന് കാരണം എന്നാന്ന് നമ്മൾ ചോദിക്കുമ്പോൾ പിതാവ് പറയുന്നതെന്ന് വെച്ചാൽ ഏതൊരു രാത്രിയിലും ഒരു സഹായത്തിന് ഒരാൾക്ക് ഓടിയെത്താൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ പിതാവിനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ഇപ്പോൾ ഈ ഇലക്ഷൻ സമയത്താണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും പൂർണ്ണ സപ്പോർട്ടുണ്ട്. ഞാൻ മത്സരിക്കുന്നത് CPIയിലാണ്, പിതാവ് CPM ആണ്. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്കൊരു ഫുൾ സപ്പോർട്ടും നമുക്ക് വേണ്ട എല്ലാ പിന്തുണയും അർപ്പിക്കുന്ന ഒരു രീതിയാണ് 2 കൂട്ടരിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതെനിക്കൊരു വലിയൊരു ഒരു പ്രിവിലേജും അതുപോലെ ഒരു പ്രൗഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു 5 വർഷത്തിൽ നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വാർഡ് തലത്തിലുള്ള ഉന്നമനമായിരുന്നു നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇനിയത്തെ ഒരു 5 കൊല്ലത്തിനകത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ ഓരോ വീടുകളിലും ഓരോ സംരംഭകരെ ഉയർത്തിക്കൊണ്ടുവരാം. അത് പുരുഷനായിക്കൊള്ളട്ടെ സ്ത്രീ ആയിക്കൊള്ളട്ടെ. അതുപോലെ കുട്ടികളാണെങ്കിൽ ഇപ്പം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തൊഴിലില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാക്സിമം സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റുകൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, അത് അവർക്ക് ഈസി ആക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് നിന്ന് മാക്സിമം സംരംഭകരെയും ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് ഓരോ ജനപ്രതിനിധിയുടെയും കടമ കൂടിയാണ്. അത് ഞാൻ 100% ആയിട്ട് നമ്മളത് നിറവേറ്റും എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ ഒരു ഏരിയ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ പൂട്ടിക്കെടുക്കുന്ന പല കാരണങ്ങൾ കൊണ്ട് പൂട്ടിപ്പോയിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. അതിനൊരു പുതുജീവൻ കൊടുക്കുന്നതിന്റെ ഭാഗമായി എൻ്റെ വാർഡിലാണ് ഒരു അറവുശാല കെട്ടിടമുള്ളത്. അത് ആ പ്രദേശത്തിന്റെ ഒരു ഭൂപ്രകൃതിയും മറ്റു കാര്യങ്ങളും കാരണമാണ് അത് അടഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ അതിനെ ഒന്ന് പരിവർത്തനപ്പെടുത്തിക്കൊണ്ട് അത് മറ്റേതെങ്കിലും ഒരു മേഖലയിലോട്ട് ഒരു കമ്മ്യൂണിറ്റി ഹാൾ, നമ്മളൊരു കമ്മ്യൂണിറ്റി ഹാളിന് ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ പ്രദേശത്ത് തന്നെയാണ് ഒരുപാട് കുട്ടികൾ, ഇപ്പൊ നിങ്ങൾ ഇവിടെ നിൽക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ അത് നമ്മൾ അതിന്റെ അകം സജ്ജമാക്കി കൊടുത്തപ്പോൾ ചുറ്റുമതിലും കെട്ടി വൃത്തിയാക്കി കൊടുത്തപ്പോൾ ഈ കുട്ടികളൊക്കെ വൈകുന്നേരങ്ങളിൽ കളിക്കാനും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ബാഡ്മിന്റൺ പരിശീലിക്കാനൊക്കെ പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അതിനെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവന്നാൽ ഞങ്ങളുടെ ഒരു പ്രദേശമാണ് തെളിയുന്നത്. പിന്നെ അതുപോലെ എൻ്റെ വാർഡിൽ മറ്റൊരു പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്തത് പ്ലാസ്റ്റിക് ചാലഞ്ച് എന്ന് പറഞ്ഞൊരു ചാലഞ്ച് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെക്കേഷൻ കാലഘട്ടത്തിൽ ഇതുപോലെ തന്നെ കുറെ കുട്ടികളെയും അതുപോലെ ഒരു യുവാക്കളെയും നമ്മൾ കൂട്ടിയിട്ട് ഓരോ വീടുകളിൽ നിന്നും സ്ക്രാപ്പ് ആയിട്ടുള്ള ഐറ്റംസ്, അവർ വേണ്ടാണ്ടിട്ടിരിക്കുന്ന ഐറ്റംസ് നമ്മൾ കളക്ട് ചെയ്ത് അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് നമ്മുടെ വാർഡിലെ അർഹരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ട പഠന സഹായം, അതായത് പഠനോപകരണങ്ങളുടെ വിതരണം, അത് നമ്മുടെ വാർഡിൽ ചെയ്തൊരു പ്രവൃത്തി തന്നെയാണ്. അതിനും നമ്മുടെ കൂടെ നിന്നത് ഈ പറയുന്ന കുട്ടികളും യുവജനങ്ങളും തന്നെയായിരുന്നു. വാർഡിൽ ആകെ ഒരു ഡംപിങ് സ്പോട്ടാണ് ഉണ്ടായിരുന്നത്. അതും ഒരു വാർഡ് സഭയിൽ വന്ന നിർദ്ദേശത്തെ തുടർന്ന് ആ ഡംപിംഗ് സ്പോട്ട് നമ്മളൊരു പൂന്തോട്ടമായി മാറ്റുകയും അവിടെ 2 സർവൈലൻസ് ക്യാമറ വെച്ച് ആ വേസ്റ്റ് ഡംപ് ചെയ്യണ ഒരു പ്രവണത അവിടുത്തെ നമ്മൾ നിർത്തലാക്കിയിട്ടുണ്ട്.
പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, എൻ്റെ വാർഡിൽ നിന്നാണ് നമ്മൾ 60ഓളം സ്ത്രീകളെ, എൻ്റെ വാർഡിൽ നിന്നും പരിസര വാർഡുകളിൽ നിന്നുള്ള 60ഓളം സ്ത്രീകളെ കൂട്ടി ഒരു വുമൺ വോക്കേഴ്സ് ക്ലബ്ബ്, ഒരു ക്ലബ്ബ് രൂപീകരിക്കുക, ഒരു യോഗ ക്ലബ്ബ് കൂടി. അപ്പോൾ അതിന് നമ്മളെ സ്ത്രീകളെയൊക്കെ കൂട്ടി അവരുടെ ആരോഗ്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു പ്രയോറിറ്റി. അതിനുവേണ്ടി നമ്മൾ ആ ഒരു വാർത്ത വനിതാ മാഗസിനിൽ വരെ ഒരു ഫീച്ചറായിട്ട് വന്നിട്ടുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ വാർഡിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും വേണ്ടി നമ്മൾ 2 യാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് വിജയം കണ്ട പ്രവർത്തികളായിരുന്നു. ജനറൽ വാർഡിൽ മത്സരിച്ച് വിജയിക്കുകയെന്ന ഉത്തരവാദിത്വമാണ് പാർട്ടി യുവതലമുറയിലെ പ്രാതിനിധ്യമായ ഫൗസിയ അലിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. വാർഡിലെയും ഓരോ വീട്ടിലെയും ഓരോ വ്യക്തിയുടെയും സമഗ്ര വികാസമാണ് ഈ യുവ സ്ഥാനാർത്ഥി ലക്ഷ്യമിടുന്നത്. ചെറുപ്പം മുതൽ കണ്ടുവളർന്ന പിതാവിന്റെ ശീലങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ ഏറ്റെടുത്താണ് ഫൗസിയ തന്റെ പൊതുപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രദേശത്ത് പൂട്ടിക്കിടക്കുന്ന സ്ഥാപനങ്ങൾക്ക് പൊതുജീവൻ നൽകുകയും കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുകയും കളിസ്ഥലം ഒരുക്കുകയുമാണ് ഫൗസിയ അലിയുടെ പ്രധാന ലക്ഷ്യങ്ങളിലുള്ളത്. ഇതിനു പുറമെ യുവജനതയുടെയും കച്ചവടക്കാരുടെയും ഉന്നമനവും സ്ഥാനാർത്ഥി ലക്ഷ്യം വയ്ക്കുന്നു. +2 വരെ തർബിയത്ത് സ്കൂളിലും ഇലാഹിയ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ എഞ്ചിനീയറിംഗും അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് M.Tech പഠനവും പൂർത്തിയാക്കിയ ഫൗസിയ അലി ഇപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേറ്ററായും ജോലി ചെയ്യുന്നുണ്ട്. അൽ-അസർ കോളേജിൽ ലെക്ചററായും ഇലാഹിയ എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായും ഫൗസിയ അലി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ സ്വന്തമായൊരു അക്കാദമിയും ഫൗസിയ അലി നടത്തുന്നു. വയനാട് ദുരന്ത സമയത്ത് ഒട്ടനവധി സഹായം ചെയ്യാനും ഫൗസിയ മുന്നിൽ നിന്നിരുന്നു. പഠനകാലം മുതൽ സഹപാഠികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുന്നിൽ നിന്നിട്ടുള്ള ഈ സ്ഥാനാർത്ഥിക്ക് പൊതുജനങ്ങളുടെ പ്രതിനിധിയായി അവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും എന്നത് ഉറപ്പാണ്. സിറ്റിംഗ് കൗൺസിലർക്ക് പ്രചരണത്തിനിടയിൽ ഏറെ ജനസ്വീകാര്യതയാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ തവണ വാർഡിൽ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്നാണ് യുവ സ്ഥാനാർത്ഥിയുടെ വിശ്വാസം. മൂവാറ്റുപുഴ നഗരസഭ 9ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി ഫൗസിയ അലിയാണ് മൂവാറ്റുപുഴ ന്യൂസിന്റെ സ്ഥാനാർത്ഥിക്കൊപ്പം സെഗ്മെന്റിൽ ഇന്ന് ചേർന്നത്. മറ്റൊരു വാർഡിലെ മറ്റൊരു സ്ഥാനാർത്ഥിയുമായി വീണ്ടും കാണാം.